നമസ്കാരം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടുത്ത ഓഡിയോയും പുറത്തായി. ഈ അവസരത്തിൽ സ്ത്രീത്വത്തിന് നേരെയുള്ള കടന്നാക്രമണം എന്ന വിഷയത്തിൽ 2 പേജിൽ കവിയാത്ത ആരോ എഴുതിക്കൊടുത്ത ഉപന്യാസം അക്ഷരത്തെറ്റോടുകൂടി വായിക്കുന്നതിലേക്കായി ബഹുകുത്ത് വിദ്യാഭ്യാസ മന്ത്രിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നിരന്തരമായി ഉയർന്നു വന്ന് കൊണ്ടിരിക്കുന്നത്. ആശ്വാസം. കാണാപാഠം പഠിച്ച ആ ഒരു വരി തെറ്റാതെ പറയാൻ കഴിഞ്ഞു. ഇനി വികട സരസ്വതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉപന്യാസ വായന തുടങ്ങിക്കൊള്ളുക. ഗർഭം ധരിക്കാൻ ആവശ്യപ്പെടുകയും പിന്നീട് നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയമാക്കി. മതി മതി മതി, നിർത്തിക്കോ. ധാരാളം. പൂർണ്ണമായിട്ടുമല്ല, ഭാഗികമായിട്ട് പോലും ഈ ഉപന്യാസ വായന സഹിക്കാൻ ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഏതായാലും നിർബന്ധിത ഗർഭധാരണവും നിർബന്ധിത ഗർഭചിത്തിരവും ഒക്കെ നടന്നു. ചരലുരുളുമ്പോൾ മണലുരുളൂല്ല, മണലുരുളുമ്പോൾ ചരലുരുളൂല്ല. പക്ഷേ മണലുരുണ്ടാലും ചരലുരുണ്ടില്ലേലും ഇപ്പോ അണ്ണം കിടന്നുരുളും. സ്വന്തം MLA-ക്കെതിരെ ഇത്രയും നീചമായ ആരോപണം ഉയർന്നിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്. തൊട്ട് നക്കല് കഴിഞ്ഞില്ലേ, പെട്ടെന്നാട്ടെ. അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെയെങ്കിലും ഇദ്ദേഹത്തെ മാറ്റി നിർത്തുവാനുള്ള ജനാധിപത്യ മര്യാദ കോൺഗ്രസ് കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവിടുന്നാണ് അണ്ണന്റെ നിലപാട് നിലംതൊടാൻ കിടന്ന് പാടുപെടാൻ തുടങ്ങുന്നത്. സസ്പെൻഷൻ പ്രഖ്യാപിച്ച വ്യക്തി തന്നെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വേദികളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും സജീവമായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അണ്ണൻ പറയുന്നത് പ്രകാരം ഈ പൊതുവേദികളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിഷ്ഠിക്കുന്നതിൽ കോൺഗ്രസിന് ഒരു വലിയ പങ്കുണ്ട്. സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സസ്പെൻഡ് ചെയ്യണം മൊത്തത്തിൽ. പക്ഷേ അണ്ണൻ ഒരു പ്രാവശ്യം അടുത്തിരുന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനോട് കുശലം പറയുന്ന വീഡിയോ ഒക്കെ വൈറലായപ്പം അണ്ണൻ കുറച്ച് കാര്യങ്ങൾ അന്ന് പറഞ്ഞായിരുന്നു. ആ കാര്യം അണ്ണൻ മറന്നു പോയാലും ഇപ്പൊ അണ്ണനെ ഓർമ്മിപ്പിക്കേണ്ട കടമ നമുക്കുണ്ടല്ലോ. ചെങ്കുട്ടിയെന്നാ, ഞങ്ങളുടെ ഡെസ്ക് മേൽ താണ്ഡവ പെരുമാളെ അങ്ങ് മറന്നു പോയെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം. അന്ന് നിങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ച് വേദി പങ്കിട്ടത് എന്നാത്തിനായിരുന്നു? ആ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അന്നേ വേദിയിൽ നടിച്ച് പുറത്താക്കി മാതൃകയാക്കേണ്ടതല്ലായിരുന്നോ? ശരിയാണ്. അതായത് നമ്മുടെ കുട്ടികളുടെ ശാസ്ത്രമേളയുടെ സംസ്ഥാന ഉദ്ഘാടന വേദിയിലാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത്. അതൊക്കെ ഓർമ്മയുണ്ട്. 2-3 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്നേ അദ്ദേഹത്തിന് ഇറക്കി വിട്ടാൽ അത് ബലം പ്രയോഗിക്കേണ്ടി വരും. ബലം പ്രയോഗിക്കൽ പിന്നെ ഞങ്ങളുടെ രീതി അല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിപ്പോണം. അണ്ണൻ അങ്ങനെ ബഹിഷ്കരിച്ച ചരിത്രവുമില്ല. വരാം. അപ്പൊ 2 പോയിന്റുകളാണ് അണ്ണൻ പറഞ്ഞിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വേദിയിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ലെങ്കിൽ അയാളെ ഞാൻ ബലം പ്രയോഗിച്ച് ഇറക്കി വിടണമായിരുന്നു. അതേതായാലും നടക്കില്ലല്ലോ. അയ്യോ, അങ്ങനെ ചിന്തിച്ചുകൂടാ. പിന്നെ 2, ഞാൻ ഇറങ്ങി പോകണമായിരുന്നു. ഈ 2 ഓപ്ഷനുകളെ അണ്ണൻ അവിടെ ഉള്ളായിരുന്നു. അങ്ങനെ പോയില്ല. പിന്നെ നമ്മുടെ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങ് അലങ്കോലപ്പെടും. കുറച്ച് പൂ എവിടുന്ന് ഞാൻ സംഘടിപ്പിക്കും. ഒന്ന് പൂവിട്ട് പൂജിക്കാമായിരുന്നു. അവിടെ വന്നിരിക്കുന്ന കുട്ടികളാകെ പിന്നെ ഇത് എന്താ സംഭവിക്കുന്നത് എന്നുള്ള നിലയിലാകെ അസ്വസ്ഥരായി. സാങ്കല്പിക പുഷ്പങ്ങളാണെങ്കിലും ഇത് സ്വീകരിച്ചാലും മഹാനുഭാവ, കുട്ടികളുടെ മനസ്സ് അസ്വസ്ഥമാകും അവിടെ ഒരു സീൻ ഉണ്ടാക്കിയാൽ. അതുകൊണ്ടാണ് അണ്ണൻ അന്നൊന്നും മിണ്ടാഞ്ഞെന്നാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷേ അന്ന് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടാലോ. നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ട MLA എന്നുള്ള നിലയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയൊന്നും ചെറുക്കുന്നില്ലേ. രാഹുൽ മാമങ്കൂട്ടത്തിനെ ചെറുക്കണ്ട, അയാളുടെ പരിപാടികളൊന്നും ബഹിഷ്കരിക്കണ്ട എന്ന് ഞങ്ങളുടെ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞായിരുന്നു. ഇത് 4-5 മാസം മുമ്പ് പറഞ്ഞത്, മറ്റത് ഇന്നലെ പറഞ്ഞത്. ഇതാണ് നിലനിൽപ്പിനുള്ള പാടുപെടൽ അഥവാ നിലപാട്. കുട്ടികളാകെ പിന്നെ ഇത് എന്താ സംഭവിക്കുന്നത് എന്നുള്ള നിലയിലാകെ അസ്വസ്ഥരായി അവരുടെ ഒരു മാനസികാവസ്ഥ വല്ലാത്ത നിലയിലാവും. അപ്പോ നമ്മുടെ കുട്ടികളെ ഓർത്താണല്ലേ അണ്ണൻ അന്ന് ആ വേദിയിൽ ആ രോഷം മുഴുവൻ അടക്കി പിടിച്ചിരുന്നത്? അതെ. അയ്യവാ. അപ്പൊ രാജ്ഭവനിൽ കുട്ടികൾക്ക് വേണ്ടി നടന്ന ഒരു ചടങ്ങ്, ഭാരതാംബയുടെ ചിത്രം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അണ്ണൻ ബഹിഷ്കരിച്ചതോ? രാഷ്ട്രീയ സൂചനയോ രാഷ്ട്രീയ ചിഹ്നമോ വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാം നടത്താൻ വേണ്ടി പാടില്ല. അതിന് ഞങ്ങൾക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജപുരസ്കാർ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് ബഹിഷ്കരിച്ചതേ കുട്ടികൾക്ക് അസ്വസ്ഥത ഒന്നും ഉണ്ടായില്ല. അന്ന് സംസാരിച്ചതിന്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഗവർണർ പുറത്തു നിന്നുള്ള ആളാ, പിള്ളേര് നമ്മുടെ പിള്ളേരാ. ഞാനൊന്ന് ഞൊടിച്ചിരുന്നെങ്കിൽ അത്രയും പിള്ളേരത് ബഹിഷ്കരിച്ചേനെ. പിന്നെ എൻ്റെ ഔദാര്യം ഗവർണർക്ക് ഞാൻ കൊടുത്തതാണ് പിള്ളേരെ ഞാൻ പ്രകോപിപ്പിക്കാതിരുന്നത്. അപ്പൊ വീണ്ടും ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഒരിക്കലും നിസ്സാരമായി ഇറക്കി വിടാൻ കഴിയില്ലല്ലോ. അതുമൂലം ഉണ്ടാവുന്ന
പ്രത്യാഘാതങ്ങൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കുട്ടികളായിരിക്കും. പോയിന്റ് കിട്ടി. ഇന്ന് കിടന്നുരുളാനുള്ള ഇടം കിട്ടി. കുട്ടികളുടെ ഭാവിയല്ലേ നമുക്ക് മുഖ്യം. അതുകൊണ്ടാണ് പിന്നെ ഉദ്ഘാടനം നടത്തിയ വേദിയെ പങ്കിട്ടത്. ഇനി ആരും ഒന്നും ചോദിക്കരുതേ, അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൂടി ഇരുന്നതിനെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ന്യായീകരിച്ചത് എന്നൊന്നും അവിടെ നിന്ന് ആരും ചോദിക്കരുതേ. യഥാർത്ഥ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് അതിൽ വരാതിരിക്കുക എന്നുള്ളതാണ്. എങ്ങനെ ഇരിക്കണം? ഇതേ നാക്കൊണ്ടാന്ന് പറഞ്ഞത്. പുള്ളി സ്ഥലം MLA അല്ലേ, പുള്ളിയെ അയോഗ്യനാക്കിയിട്ടില്ല. പുള്ളി ഇപ്പോഴും MLA സ്ഥാനത്തുണ്ടല്ലോ. അതുകൊണ്ട് പുള്ളിയെ ഇതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല, പുള്ളിയെ ക്ഷണിക്കാതിരിക്കാൻ പറ്റത്തില്ല, അടുത്ത് വന്നിരുന്ന വർത്തമാനം പറയാതിരിക്കാൻ പറ്റത്തില്ല. അതേ നാക്കുകൊണ്ട് ഇലക്ഷൻ പ്രമാണിച്ച് MLA സ്ഥാനം രാജിവെക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. ഭാഗ്യം, അത് കറക്റ്റായിട്ട് പറഞ്ഞു. MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ട പടേന്ന് ഒരറ്റത്തൊന്നും പൊട്ടുമില്ലേ, അതുകൊണ്ട് അത് ഞങ്ങൾ ചെയ്യൂല. ആണോ? അയാളെ ഡിസ്കോ അതങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അയാളെ ഇതുവരെ ഡിസ്കോ കളിപ്പിച്ചിട്ടില്ലല്ലോ, മനസ്സിലായില്ലേ? ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ലല്ലോ എന്ന്. ഇതെല്ലാം യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ട ഒരു വ്യക്തി കോൺഗ്രസും ഈ വ്യക്തിയാണ്. എന്തൊക്കെ ടെലിവിഷനിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നു. ടെലിവിഷനിൽ എഴുതി കാണിക്കുന്നതൊക്കെ അവർ സ്വീകരിക്കുകയോ ഭീകരിക്കുകയോ ഏകരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ അണ്ണൻ്റെ നിലപാടിൽ തുടരാൻ കാണിക്കുന്ന ആ ചങ്കുറപ്പുണ്ടല്ലോ, അതിനെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം സ്വീകരിച്ചേ പറ്റൂ. അങ്ങനെ സ്വീകരിക്കുന്നതിൽ ജനങ്ങളൊന്നും യാതൊരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സാഹചര്യം മൂത്രമാണ്. ആ മൂത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മനസ്സിലാകുന്നില്ലേ?